IPLിൻ്റെ ലേലംവിളി അവിടെ ആവേശകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഒരുപാട് മികച്ച താരങ്ങൾ വേറെ ടീമിലേക്ക് ചേക്കേറി. ലേലത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ആദ്യ ദിവസത്തിൽ താരങ്ങളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രണ്ടാം ദിനത്തിൽ മുംബൈ ഇന്ത്യൻസ് താരങ്ങളെ വാരിക്കൂട്ടുകയാണ്. അതുപോലെ RCBയും മികച്ച താരങ്ങളെ സ്വന്തമാക്കിയത് രാജസ്ഥാനാണ്. അപ്പോൾ ഓരോ ടീമുകളും വാങ്ങിച്ചിട്ടുള്ള താരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. റൊമാരിയോ ഷെപ്പേർഡിനെ RCB 1,50,00,000 വാങ്ങിച്ചിരിക്കുകയാണ്. അതുപോലെ സ്പെൻസർ ജോൺസണിനെ കൊൽക്കത്ത 2,80,00,000 വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ ലേലത്തിൽ ഉറ്റുനോക്കിയത് ജെയിംസ് ആൻഡേഴ്സനെ ആയിരുന്നു. താരത്തിന് 41 വയസ്സായി. ഈ വയസ്സിൽ താരം IPLിൽ പേര് കൊടുക്കുമെന്ന് ആരും കരുതിയില്ല. IPLിൽ കളിക്കുന്നത് താരത്തിൻ്റെ സ്വപ്നമായിരുന്നു. പക്ഷേ ജെയിംസ് ആൻഡേഴ്സൺ അൺസോൾഡായിരിക്കുകയാണ്. ഒരുപക്ഷെ അവസാന നിമിഷം വീണ്ടും അൺസോൾഡായ താരങ്ങളെ വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആൻഡേഴ്സൺ വിറ്റുപോകും. അതുപോലെ സ്റ്റീവ് സ്മിത്തും അൺസോൾഡായിരിക്കുകയാണ്. അജിങ്ക്യ രഹാനെയും അൺസോൾഡായി. ഒരുപാട് താരങ്ങൾ അൺസോൾഡായിട്ടുണ്ട്. വില്യംസണും അൺസോൾഡായിരിക്കുകയാണ്. ഇശാന്ത് ശർമ്മയെ ഗുജറാത്ത് 75 ലക്ഷത്തിന് വാങ്ങിച്ചിരിക്കുകയാണ്. ജയദേവ് ഉൻഗഡിനെ SRH 1 കോടിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസ് മറ്റൊരു ബൗളറെ വാങ്ങിച്ചിരിക്കുകയാണ്. അത് മിച്ചൽ സാറ്റ്നറാണ്. 2 കോടിക്കാണ് സാറ്റ്നറെ മുംബൈ വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ റീസി ടോപ്ലിയെ മുംബൈ 70 ലക്ഷത്തിന് വാങ്ങിച്ചിട്ടുണ്ട്. മുംബൈ ടീമിൽ ഇതിനോടകം തന്നെ മികച്ച ബൗളേഴ്സ് ഒരുപാടുണ്ട്. ദീപക് ചഹർ, ട്രെൻറ്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ തുടങ്ങിയ താരങ്ങൾ ഇപ്പോൾ മുംബൈയിലുണ്ട്. അതുകൊണ്ട് ഇനി മുംബൈക്ക് പേടിക്കാനില്ല. അതുപോലെ ബാറ്റിംഗിൽ വിൽ ജാക്സനെയും മുംബൈ ഇന്ത്യൻസ് വാങ്ങിച്ചു. ഇതേ സമയം ടിം ഡേവിഡ് അടക്കം മികച്ച താരങ്ങൾ RCBയിലുണ്ട്. CSK ആണെങ്കിൽ താരങ്ങളെ വാരിക്കൂട്ടുകയാണ്. ലേലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ലേലത്തിൽ ഒരുപാട് താരങ്ങൾ ഇനിയും വരാനുണ്ട്. അതുപോലെ അൺസോൾഡായ താരങ്ങളെ വീണ്ടും വിളിക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.